വെൽക്കം ബാക്ക്. ശ്രാവൺ ഗെയിമിലെ പുതിയൊരു കലർക്ക് സ്വാഗതം. അപ്പം നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഒരു രസമില്ലായിസ്. അപ്പം നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരാളെ വിളിക്കാൻ പോകണം. അപ്പം എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോകണം. അവൻ പുതിയ അക്കൗണ്ടൊക്കെ എടുത്ത് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അവൻ പുതിയ അക്കൗണ്ടൊക്കെ എടുത്ത് അപ്പം നമുക്ക് അവനെ വിളിക്കാം. അപ്പം അവൻ എടുക്കുമെന്ന് നോക്കട്ടെ. അവൻ വരുമോന്ന് അറിയൂടെ. വന്നില്ലെങ്കിൽ ഹലോ ഹലോ, ഫ്രീ ആണോ? പഠിക്കുവാണോ? പഠിച്ചേനോ? കളിക്കുന്നോ? നിന്റെ ഐഡി പറ. അല്ല, മറ്റേ UID പറ. നീ ഇപ്പൊ ബാഗ് നിന്റെ കട്ടാക്കാതെ ബാക്ക് ഇറങ്ങിയിട്ട് പറയാൻ പറ്റുമോ? ആ ഇട്ട് വരണേ പ്ലീസ്. ഒരു വന്നെ. ശരി. മൈക്ക് ഓണാക്കണ്ട കുഴപ്പമില്ല. മൈക്കൊന്നും ഓണാക്കണ്ട കുഴപ്പമില്ല. നീ വന്നാ മതി. ഇട്ടേക്കണേ. ശരി, ഇട്ടേക്ക്. ഓക്കെ, സെറ്റ്. കേസ് അവന് വിളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ട് വണ്ടി കൊണ്ട് കളിക്കാൻ വന്നിട്ട് ഇങ്ങനെ അതായിട്ട് ചെയ്യുന്നത്. അപ്പം കേസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം അവൻ ഇടട്ടെ. അവൻ ഇട്ടിട്ട് കാണാം. അവൻ്റെ പേര് അഭിനവ് എന്നാണ്. അപ്പം അവൻ ഞാനെടുത്ത് പറഞ്ഞിട്ടില്ല വീഡിയോ എടുക്കുന്നത്. സീരിയസ്ലി ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അവൻ വരുമോ? അക്കൗണ്ടൊക്കെ എടുത്തെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ ഒരു വണ്ടി കൊണ്ട് കളിച്ചില്ലെങ്കിൽ ഒരു നെഞ്ചിലൊരു വല്ലാതെ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ റെക്കോർഡിങ്ങിലല്ല. ഓക്കെ, റെക്കോർഡ് ചെയ്യത്തില്ല. അപ്പോൾ അപ്പോൾ അവൻ ID അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കയറുക, അടിക്കുക, അവനെ പൊട്ടിക്കുക. ഓക്കെ ഓക്കെ, ഞാൻ ഒരു മെസ്സേജ് അയക്കാം. ഓക്കെ, നീ ഗെയിമിൽ കയറിക്കോ. ഞാൻ റിക്വസ്റ്റ് അയക്കാം. ഓക്കെ, നീ ഗെയിമിൽ കയറിക്കോ. കേസ് അപ്പോൾ ലെറ്റ്സ് ഗോ. എനിക്ക് സങ്കടമായി. അവൻ പുതിയ അക്കൗണ്ട് എടുത്ത്. അവൻ പറഞ്ഞ് പുതിയ അക്കൗണ്ട് എടുക്കുന്നു. പക്ഷെ എനിക്ക് എടുക്കുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. എന്ത് ചെയ്യാനാ? നമുക്ക് ഭയങ്കര വിഷമമായി. അവൻ പുതിയ അക്കൗണ്ടൊക്കെ എടുത്തില്ലേ? ശേ. ഓക്കെ, അപ്പം ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ തോറ്റ അവൻ കളിയാക്കി കൊല്ലും ഗൈസ്. ഓക്കെ, ഈ വീഡിയോ തോറ്റ ഞാൻ ഇടൂല. സത്യമായിട്ട് ഇടൂല. ഓക്കെ, ഞാൻ വിചാരിച്ചു ഈ വീഡിയോ പൊളിയുമെന്ന്. ഓക്കെ, ഇനി പൊളിയോന്ന് എനിക്ക് അറിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ എത്തില്ലല്ലോ. അയ്യോ ഗൈസ്, സെൻസിറ്റിവിറ്റി സീനാക്കുന്നല്ലോ. കുറച്ച് കൂട്ടിയിട്ടെ ഗൈസ്. ഞാൻ ഒത്തിരി ദിവസം കളിച്ചിട്ട് എക്സാം ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റില്ല. ഞാൻ അവനെ വിളിച്ചപ്പോൾ പഠിക്കുവാന്ന് പറഞ്ഞേ. എന്താ ബിക്കോസ് ഓഫ് എക്സാം ആണ് ഗൈസ്. അപ്പം ബിക്കോസ് ഓഫ് ദ എക്സാം ഐ തിങ്ക് ഹി വിൽ നോട്ട് കം. ഇംഗ്ലീഷ് അയ്യോ, ഞാൻ ഇരുന്ന് കിടന്നു. എന്നിക്കടാ. ഗൈസ്, ഞാൻ നൂബ് ഗൈസ്. ഒത്തിരി ദിവസമായിട്ട് കളിക്കുന്നില്ലാത്തതാണ് തോന്നുന്നത്. നൂബൊക്കെ ഓക്കെ. അപ്പൊ അടിച്ചിട്ടുണ്ട്. അടിച്ച് തലമണ്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതൊക്കെ എന്ത് അവൻ ഓപ്പണിൽ നിൽക്കുന്ന ഗൈസ്. അപ്പൊ നമ്മൾ അടിക്കാതെ എന്ത് ചെയ്യാനാ? ഇതവൻ കാണുന്നുണ്ടെങ്കിൽ സ്കൂളിൽ വന്നിട്ട് തന്നെ അവൻ അടിച്ച് കൊല്ലും ഗൈസ്. ഓക്കെ, അപ്പോൾ 100 സബ്ബായിട്ട് ഇവനൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഗൈസ്. ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാനിവന് ഒരുമിച്ച് ഒരേ സബിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അവൻ്റെ അക്കൗണ്ട് അടിച്ചുപോയി. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഗൂഗിൾ ഫുൾ അടിച്ചുപോയി. പിന്നെ അവൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ടില്ല. ഫ്രീ ഫയർ അക്കൗണ്ട് എല്ലാം അടിച്ചുപോയി ഗൈസ്. ഗൂഗിൾ അക്കൗണ്ട് ഫുള്ള് അടിച്ചുപോയി. പിന്നെ അവൻ അത്രയ്ക്ക് അതുകൊണ്ടാണ് ഇപ്പം അവൻ പുതിയ അക്കൗണ്ടൊക്കെ എടുത്തത്. എൻ്റെ കൂടെ പഠിക്കുന്നതാണ് ഗൈസ്. ഓക്കെ, കുറച്ച് ലാഗ് ഉണ്ട്.
കിടക്കുന്നേ. ഭയങ്കര സ്മൂത്ത്നെസ് ഇടുന്നില്ലേ ഇതിന്റെ പണ്ടത്തെ ഗെയിമിലേക്കാളും മെച്ചുവർ ആയിട്ടില്ലേ? ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ട് റൗണ്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് സെൻസിറ്റീവ് നല്ലതല്ല, എന്തായാലും കുഴപ്പമില്ല. ഞാൻ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് ഗേസ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തെ. അതല്ല എൻ്റെ ഫോണിലെ പ്രശ്നമാണ്. ഇന്ന് ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ ഫോണിലാണ് കളിക്കുന്നത്. സത്യം പറയാമല്ലോ, ഫ്രീ ഫയർ കളിക്കുന്നത് എൻ്റെ ഫോണിലാണെങ്കിലും ഇപ്പം ഞാനൊരു കുറച്ച് ദിവസത്തിന് ഡിലീറ്റ് ആക്കിയാണ്. ഞാൻ എക്സാമിൻ്റെ ഫ്രീ ഫയർ ഒക്കെ ഡിലീറ്റ് ആക്കും, പിന്നെ ഡൗൺലോഡ് ആക്കും. പിന്നെ ഇപ്പോൾ ഡൗൺലോഡ് ആക്കാൻ നോക്കുമ്പോൾ എനിക്ക് സ്റ്റോറേജ് സ്പേസ് കാണത്തില്ല. എങ്ങനെയാണ് എൻ്റെ സ്റ്റോറേജ് ബക്കടിച്ചിരിക്കും കേസ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. എൻ്റെ ഫോണിൽ അധികം ഒന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ആനിമി റിലേറ്റഡ് ഷോർട്സ് ഇടുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല 100 സ്വഭാവം ആനിമി റിലേറ്റഡ് വീഡിയോ ഇട്ടപ്പോഴാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇവൻ്റെ എക്സ്പ്രഷൻ എന്തോ നമുക്ക് അറിയണം. അടിച്ചിട്ടുണ്ട്, അടിച്ച സ്ഥലം അങ്ങ് പിടിച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ എന്തുവാ ഇതിടുന്ന എന്തോ എൻ്റെ പറയുന്നത് മൂമെന്റ് ഇടുന്ന കേസ്. അപ്പം അവൻ ചുമ്മാ മൂമെന്റ് ഇട്ടോണ്ടിരുന്ന കേസ്. അത് അഹങ്കാരം. ഞാൻ നോക്കിയപ്പോൾ മൂമെന്റ് ഇട്ടോണ്ടിരിക്കുന്നു. ഞാൻ അവൻ്റെ തലമണ്ട അടിച്ചങ്ങ് പൊട്ടിച്ച് കേസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവന്. ഏത് ഗിൽഡാണോ എന്തോ, പക്ഷെ നല്ല കുഴപ്പമില്ലാത്ത അക്കൗണ്ടെന്ന് തോന്നുന്നു. 200 രൂപയൊക്കെ കിട്ടിയ അക്കൗണ്ടാണ്. അക്കൗണ്ടൊക്കെ നൈസായിരിക്കും, ബട്ട് നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് അക്കൗണ്ട് ഒന്നും വേണ്ടേ. നമ്മൾ ഉള്ള അക്കൗണ്ടിൽ കഷ്ടപ്പെട്ട് കളിച്ച് എങ്ങനെയെങ്കിലും കളിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പുതിയ അക്കൗണ്ട് കിട്ടിയിട്ടൊന്നും നമ്മളൊന്ന് കളിക്കുന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവൻ്റെ അടുത്ത് വല്ല ദേഷ്യമൊന്നുമില്ല. ഓക്കെ, അല്ലാതെ ഈ കഴിച്ചിട്ടല്ലേ. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം 4 റൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇമോട്ടൊന്നും എടുത്തില്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ ഇമോട്ടൊന്നും എടുത്തില്ല. ഓക്കെ, നമ്മൾ ഇമോട്ട് എടുത്തില്ല, നമ്മൾ ഇമോജി എടുത്തേ ഉള്ളൂ. ഓക്കെ ഓക്കെ, എൻ്റെ സെൻസിറ്റിവിറ്റി അല്ല ഗൈസ്. ഓക്കെ, ഞാൻ സെൻസിറ്റിവിറ്റി കറക്റ്റ് അല്ല എൻ്റെ. എന്നിട്ട് ഞാൻ അവനെ അടിച്ചു. കണ്ടോ ഗൈസ്, പവറല്ല പവർ കുറേ കേട്ടോ, നല്ല അറിയാം. ഇതൊക്കെ നേരത്തെ ഭയങ്കര കൂടുതൽ എൻ്റെ സെൻസിറ്റിവിറ്റി എനിക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നല്ല പാടാണ്. ഒന്നാമത്തെ ഫിംഗർ സ്ലീവ് ഉണ്ട്, നല്ല സ്മൂത്തുമാണ്. ഒന്നാമത്തെ ഫിംഗർ സ്ലീവ് ഉണ്ട്, നല്ല സ്മൂത്തുമാണ്. ബട്ട് സെൻസിറ്റിവിറ്റി നന്നായിട്ട് കിട്ടുന്നില്ല. എന്താണ് അവനടുത്ത് നമുക്ക് കോഡ് ഉണ്ടാണ്ട് എളുപ്പം സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
കുത്തിപ്പിടിച്ചിട്ട് വരാൻ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കുത്തിപ്പിടിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി അറിയാതെ കുത്തിപ്പിടിക്കുന്നതാണ്. അറിയാതെ എൻ്റെ ഉള്ളിൽ കയറി പോകുന്നത് ഞാൻ അറിഞ്ഞോട്ടൊന്നും കേൾക്കുന്നത് അറിയാലോ. അവനെ തലമുറ എടുത്തിരുന്നത്. ഓക്കെ, അവൻ എന്തോ ഇരുന്ന് കാണിക്കുന്ന എന്തോ സംഭവം എന്തോ ഇതാണ്. അവൻ്റെ ഗ്ലൂ ഇല്ല ഗൈസ്. അപ്പം ഗ്ലൂ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം 5 വട്ടം ഞാൻ അവൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. 5 വട്ടം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ്റെ ഗ്ലൂ ഇല്ലായിരുന്നു ചേച്ചി, അതുകൊണ്ടാണ് അവൻ ഗ്ലൂ ഒന്നും ഇടാൻ. പക്ഷെ അവൻ ഇപ്പം ഇട്ടില്ല, എന്തോ അറിഞ്ഞൂടാ. ഞാൻ ഗ്ലൂ കൊടുത്തു. ഓക്കെ, മുട്ട 5. ഓക്കെ, മുട്ട 5 അല്ല സോറി 5 മുട്ട. ഓക്കെ, അപ്പോൾ എൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇതാ പോയെന്ന് ഇതായി പോയില്ല. പോയിട്ടില്ല. AW ഒക്കെ കയറി വരുന്ന ഗൈസ്. എവിടെ പോയാണ്? എനിക്ക് കൺട്രോൾ സെറ്റ് അല്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ കുത്തിയിരിക്കുന്നത്. ഡെസേർട്ട് എടുത്ത് കളിക്കുന്ന ഗൈസ്. നമുക്ക് ഡെസേർട്ട് വെച്ചാണ് അടി ഗൈസ്. തലമണ്ട അടിച്ച് പൊട്ടിച്ചവൻ. ഓക്കെ, അവൻ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ. ഓക്കെ, റിവഞ്ച് ടൈം. ഓക്കെ ഗൈസ്, റിവഞ്ച് ടൈം ഓൺ വുഡ് പാക്കർ ഡെസേർട്ട് M80. ഓക്കെ, വുഡ് പാക്കർ ഡെസേർട്ട് M80 ഇത് 3 എടുത്തോണ്ട് അങ്ങ് ഇറങ്ങും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നോ മൈൻഡ്. ഓക്കെ, ഞാൻ സെറ്റിങ്സ് ഒന്ന് ക്ലിയർ ആക്കട്ടെ. കൂടെ വലുത്. ഓക്കെ, എടാ സെറ്റായില്ലടാ. ഓക്കെ, കുഴപ്പമില്ല കളിക്കാം. ഓക്കെ, അപ്പം 3 റൗണ്ട് കൂടെ ഇനി ബാക്കിയുണ്ട്. ഞാൻ കുറച്ചൊക്കെ മിണ്ടായിരുന്നെന്ന് തോന്നുന്നു. മിണ്ടായിരുന്നു കളിക്കുന്നതിന്.
സോറി ഗൈസ് കുത്തിപ്പിടിക്കുന്നുണ്ട്. ഞാനവിടെ ഒറ്റയ്ക്ക് അടിക്കുന്നതായി. ഇപ്പം എന്താ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ കൈയൊന്നും കറക്കും. ഞാൻ പഠിച്ചു കേട്ടോ, കളി പഠിച്ചെന്ന് പറയുന്നില്ല. കുറച്ചുകൂടെ ഗൈസ് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അവൻ തന്നെ പോയി അടി വാങ്ങിച്ചതാണ്. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അല്ല, അവൻ തന്നെ സോണിപ്പിച്ചത്തെയാണ്. ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ അവൻ്റെ പുതിയ അക്കൗണ്ട് എടുത്തുകൊണ്ട് അവൻ്റെ സെറ്റിങ്സ് ക്ലിയർ അല്ലെന്ന്. ഓക്കെ, സെറ്റിങ്സ് ക്ലിയർ അല്ലെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞാൻ ജയിച്ചതിൻ്റെ ഒരു ഞാൻ ഓഫായി പോയി. സ്റ്റോറേജ് സ്പേസ് ഫുള്ളായിരുന്നു. ഞാൻ നോക്കിയില്ല. ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ജയിച്ചെന്ന ഒരു തെളിവുണ്ട്. ആണ്ടേ നോക്കിക്കോണേ. അപ്പോൾ അവൻ്റെ മെസ്സേജാണ്. തോറ്റ് കുഴപ്പമില്ല, സമ്മതിച്ചിരിക്കുന്നു. അടുത്ത മാച്ച് എന്തായാലും അടുക്കണം. അത് വെച്ച് വീഡിയോ കയറ്റി ഇട്ടോണം. ഓക്കെ, അപ്പം അവൻ പറഞ്ഞ അടുത്ത മാച്ച് അവൻ എടുക്കുമെന്നാണ്. ഓക്കെ, അപ്പം ഇനി അടുത്ത മാച്ച് അവൻ്റെ സെറ്റിങ്സ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് വരട്ടെ. എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത മാച്ച് കളിക്കും. അപ്പോൾ ഗൈസ്, ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ ബി. അപ്പം 100 സബ്സ്ക്രൈബേഴ്സ് അതിന് താങ്ക് യു. പിന്നെ എന്താ ഇനി സബ്സ്ക്രൈബേഴ്സ് ഇനി നിങ്ങൾ കൊണ്ടുവരണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സബ് ചെയ്യുക. നമുക്കിനി അടുത്ത ടാർഗറ്റ് 200 അപ്പോൾ ഇനി ഓരോ 200 കയറുമ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് കയറിയിരിക്കും. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.